ഒരു മോഡലാണ്. മോഡൽ പൈത്തണിലെ മോഡൽസ് പറഞ്ഞാൽ എന്താ എങ്ങനെ പറഞ്ഞ മോഡൽസ് ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് ഫങ്ഷൻസ് പോലെ ഒരു സെപ്പറേറ്റ് ഫയലിൽ ഇങ്ങനെ പൈത്തണിൽ തന്നെ ഒരു കോഡ് എഴുതും മൊത്തമായിട്ട്. എന്നിട്ട് അതിങ്ങനെ എന്തെങ്കിലും പേരായിട്ട് സേവ് ചെയ്യും. ഇപ്പം ഞാൻ abc.py ആയിട്ട് സേവ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, സോറി ആ ഒരു മോഡൽ ആയി ഉണ്ട്. എന്നിട്ട് എനിക്ക് ഞാൻ ഇപ്പം ഇമ്പോർട്ട് abc ആസ് എന്തെങ്കിലും പേര് ചെയ്ത ആ ഫംഗ്ഷൻ അതിൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻസ് മൊത്തത്തിലേക്ക് വരും. സോ അങ്ങനെ ഇമ്പോർട്ട് numpy as np പറഞ്ഞ ഇമ്പോർട്ട് മോഡ്യൂൾ ആസ് ഈ പേര് വെച്ച് നമ്മൾ റിഫർ ചെയ്യാൻ പോകുന്നത്. സോ എൻ പി എന്ത് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പേര്. അത് എന്ത് വേണമെങ്കിൽ പറയാം. ആസ് ഇൻ നീ വെറും ഇമ്പോർട്ട് numpy ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫങ്ഷൻസ് റിഫർ ചെയ്യുമ്പം ഇങ്ങനെ numpy ഡോട്ട് പറയേണ്ടി വരും. സോ numpy ഡോട്ട് array ഇങ്ങനെ പറയേണ്ടി വരും. സോ അത് ഷോർട്ട് ആക്കാനാണ് നമ്മളിങ്ങനെ ആസ് ഉപയോഗിക്കുന്നത്. സോ numpy ആസ് എൻ പി. ഓക്കെ, അത് മോഡൽ ഇമ്പോർട്ട് ചെയ്തു. തൽക്കാലത്തേക്ക് അത് ഉപയോഗിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലോട്ടിങ്ങിന് വേറെ ഉപയോഗിക്കും. തൽക്കാലത്തേക്ക് ഇതിപ്പോൾ numpy മതി. ഇനി ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് np.array ആണ്. numpy.array ഇതൊരു array ഫംഗ്ഷൻ ആണ്. array ഫംഗ്ഷൻ എന്താ ചെയ്യുന്ന അറിയാലോ, ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. arrayയും ലിസ്റ്റും ഏകദേശം ഒരു സാധനമാണ്. ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ്സിനെ ഇൻക്ലോസ് ചെയ്തത്. വ്യത്യാസം മേ ബി ഡേറ്റ ടൈപ്സ് അങ്ങനെ ഉണ്ടാവും, ബട്ട് array ഫംഗ്ഷൻ അങ്ങനെ ഉപയോഗിക്കാം. സോ np.array ഇങ്ങനെ ഒരു ലിസ്റ്റ് 1 2 3 ചെയ്താൽ ഒരു കിട്ടും. ഇപ്പോൾ സപ്പോസ് ഒരു എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ട് വിചാരിച്ചു. സോ ഒരു a is equal to 5 6 7 np.array of a ചെയ്യാം, അങ്ങനെ കിട്ടും. അതിപ്പോൾ ഞാൻ അങ്ങനെ കൂടുതൽ ഫങ്ഷൻസ് ഇങ്ങനെയാണ്. സിമ്പിൾ ഇതാണ്, സിമ്പിൾ സിൻടാക്സ് ആണ്. സോ അത്രക്കും ഇൻഡെപ്ത് ആയി പോകുന്നില്ല. np.array അറേഞ്ച് ഇത് ബേസിക്കലി ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ്. സോ സപ്പോസ് ഞാൻ ഇവിടെ ഇതിൻ്റെ സിൻടാക്സ് വരുന്ന ഫസ്റ്റ് വരുന്ന സ്റ്റാർട്ട്, ബാക്കിൻ്റെ ഉള്ള ഫസ്റ്റ് സ്റ്റാർട്ട്, എന്നിട്ട് സ്റ്റെപ്പ്, എന്നിട്ട് സ്റ്റോപ്പ്, സ്റ്റോപ്പ് എന്നിട്ട് സ്റ്റെപ്പ്. സോ ഞാൻ ഫസ്റ്റ് വാല്യൂ എവിടുന്ന തുടങ്ങണ്ട, സെക്കൻഡ് വാല്യൂ എവിടെയാ എൻഡ് ചെയ്യേണ്ട, പിന്നെ സ്റ്റെപ്പ് പറഞ്ഞാൽ എത്ര കൂടിയിട്ടാ പോകേണ്ടത്. സോ സപ്പോസ് ഞാൻ ഇവിടെ ഒഴിവാക്കട്ടെ. സപ്പോസ് ഞാൻ ഇവിടെ np.arrange of x is equal to np.arrange of 0,4 ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രിന്റ് എക്സ് ചെയ്യുമ്പം ഈ ഭാഗം വിട്ടേക്ക്, അത് ഞാൻ സ്ട്രിങ് ആയിട്ട് എഴുതാം. ഇപ്പൊ 0 1 2 3 വന്നു, അതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. സപ്പോസ് നമ്മൾ അത് ബേസിക്കലി നമ്മൾ മുന്നേ ഉപയോഗിച്ച റേഞ്ച് ഫംഗ്ഷൻ പോലെ. ഞാൻ ഇപ്പം 0 to 10, ഒരു 2 ഇട്ട് വിചാരിച്ചു, 0 2 4 6. അതതിൻ്റെ ഉപയോഗം. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്ന തേർഡ് ഭാഗത്തിൽ വരുമ്പം പറഞ്ഞോളൂ. സോ ഓക്കെ, അതാണ് റേഞ്ച് ഫംഗ്ഷൻ. എന്നിട്ട് ലൈൻ സ്പേസ് അല്ലെങ്കിൽ ലിൻ സ്പേസ്. ഇവിടെ അതും കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ല, പക്ഷെ അത് നല്ല യൂസ്ഫുൾ ആണ്. സോ ലിൻ സ്പേസ് പറഞ്ഞാൽ ഇപ്പം അതിന് ടോട്ടലായിട്ട് 4 ആർഗ്യുമെന്റ്സ് എടുക്കും. ഒന്ന് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് വേണം. സോ സപ്പോസ് എനിക്കൊരു 10 സെൻറ്റിമീറ്റർ സ്കെയിൽ ഉണ്ട് വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് 3 പോയിന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അത് സ്പ്ലിറ്റ് ചെയ്യാൻ എങ്ങനെ എടുക്കും? 3.33 3.33 6.66 അങ്ങനെ പോയിന്റ്സ് എടുക്കും. പക്ഷെ അങ്ങനെ ചെയ്താൽ 0 3.33 6.66 10 വരും. അത് 4 പോയിന്റ്സ് ആയി. അതുകൊണ്ട് ആക്ച്വലി അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ കറക്റ്റ് 3 പോയിന്റ്സ് വരെ കിട്ടില്ല. എത്ര പോയിന്റ്സ് വേണം ഒരു സെർട്ടൺ ഡിസ്റ്റൻസിൻ്റെ അടുക്കിൽ, അത് ഒരു അറേ ആയിട്ട് മാറ്റാൻ ഉള്ളതാണ് ലൈൻ സ്പേസ്. സോ ഞാൻ ഇപ്പം സപ്പോസ് 0 5 എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് 10 പോയിന്റ്സ് വേണം. പിന്നെ ഈ എൻ പോയിന്റ് ഫോൾസ് പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് കൂട്ടണോ കൂട്ടണ്ട അറിയണം. സോ മിഷൽ പറയണ്ടെങ്കിൽ പറഞ്ഞോ. ഹലോ, പ്രിന്റ് ടി. സോ കാണാം 0 0.555 1.11. ഇത് 0 5ൻ്റെ അടുത്ത് 10 സ്പേസസ് ഉണ്ടാക്കി.
മിഷൽ എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞോ. ഇപ്പൊ എൻ പോയിന്റ് ഞാൻ കൂട്ടിയാൽ അത് ചേഞ്ച് ചെയ്യും. സോ പ്രിന്റ് ടി. സോ 0, 0.5, 1, 1.5, 2, 2.5. ബേസിക്കലി എൻ പോയിന്റ് കൂട്ടാണ്ട് പോയിന്റ്സ് കൂട്ടാം. അങ്ങനെ ഇങ്ങനെ വൃത്തി കിട്ടും. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ യൂഷ്വലി സൈൻ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. സോ സൈനിന്റെ ഇങ്ങനെ 0, 1ന്റെ അടുക്ക് കുറെ പോയിന്റ്സ് എടുക്കണമെങ്കിൽ ഇതാ ഉപയോഗിക്കുന്നത്. സോ 0 to 1 അതായിരുന്നു ഇവിടെ മുന്നേ ഉള്ളത്. 0, 1, 1000. അതും 0, 1ന്റെ അടുക്ക് 1000 പോയിന്റ്സ് എടുത്ത് ലാസ്റ്റ് പോയിന്റ് ഒഴിവാക്കി. അതാണ് ലൈൻ സ്പേസ് ഉപയോഗിക്കുന്നത്. അടുത്ത സീറോസ് സെൽഫ് എക്സ്പ്ലാനറ്ററി. സോ ഒരു സീറോ മാത്രമുള്ള ഒരു അറേ ഉണ്ടാക്കും, ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. അതിൽ എത്ര എണ്ണ വേണ്ടത് അത് ഇതിൻ്റെ ഉള്ളിൽ സ്പെസിഫൈ ചെയ്യുന്നത്. സോ np.06 പറഞ്ഞാൽ എന്താവും, 6 0 ഉള്ള ഒരു ഇത് പ്രിന്റ് ആവും. സോ z 1 0 6 0 ആൻഡ് വൺസ് സെയിം ലോജിക് ആണ്. np.1s പറഞ്ഞാൽ വണ്ണിൻ്റെ ഒരു ഇത് വൺ മാത്രമുള്ള ഒരു അറേ ഉണ്ടാക്കും. അത് ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യും. ഓയിൽ എന്താ കൊടുക്കുന്നത് അത് രണ്ടും. ഓക്കെ, ഇനി കൺവോൾഷൻ എന്താണ് ഞാൻ മറ്റേ തിയറി പാർട്ടിൽ ആക്ച്വലി പറഞ്ഞത്. ലൈക്ക് ഇതിലെന്തെല്ലാം പ്രോസസ്സ് എടുത്തിട്ടാണ് നമ്മൾ റിവേഴ്സലും അതെല്ലാം ചെയ്യുന്നത്. തൽക്കാലത്തേക്ക് np.convol പറഞ്ഞ കൺവല്യൂഷൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഇതിൻ്റെ 2 ആർഗ്യുമെന്റ് എടുക്കും. അത് ഓർഡറും ഇതില്ല, ലൈക്ക് ഓർഡറിന് വലിയ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് കൊടുക്കുന്ന നമ്മൾ ആക്ച്വൽ ഫംഗ്ഷൻ, രണ്ടാമത്തെ കൊടുക്കുന്ന യൂഷ്വലി നമ്മൾ റെസ്പോൺസ് ആയ ഒരു ഫംഗ്ഷനാണ്. സോ അങ്ങനെയാണ് സാറിനും കൊടുക്കുന്നത്. സോ എക്സും എച്ച് പറഞ്ഞ ഒരു ഇമ്പൾസ് റെസ്പോൺസ് അവിടെ ഉണ്ടാക്കേണ്ടി വരും. സോ ചെയ്യണമെങ്കിൽ, ബട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. അത് കൺവല്യൂഷനുള്ളതാണ്. ഇതിന് 3 മോഡ്സ് ഉണ്ട്. അതിന് മെയിൻലി നമ്മൾ ഫുള്ളാണ് ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ അത് നോർമൽ കൺവല്യൂഷൻ ചെയ്താൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ എച്ചിന് ഒരു n ടേംസ് ഉണ്ട്, എക്സിന് n ടേംസ് ഉണ്ട്, എച്ചിന് m ടേംസ് ഉണ്ട്. എന്നാൽ n+m-1 ടേംസ് ആയിരിക്കും വൈനുള്ളത്. സോ ഇങ്ങനെ ഒരു കൺവല്യൂഷൻ ചെയ്തിട്ട് ഒരു എന്തേലും അറിയാം, അതാ കൺവല്യൂഷനിൽ. ഇനി പാഡിങ് പറഞ്ഞാൽ പാഡിങ് എന്താ ആദ്യം പറയാം. np.pad പറയുന്നത് പാഡിങ് പറഞ്ഞാൽ ഒരു അറേന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ബാക്കിൽ സീറോസ് ആഡ് ചെയ്യുന്നതാണ്. ബേസിക്കലി പറഞ്ഞ പാഡിങ് തന്നെ. അതിന്റെ നെയിമിന്റെ അർത്ഥം അത് തന്നെയാണ്. ആർമർ ഒരു പാഡിങ് പോലെയാണ് നിങ്ങളെ ഫ്രണ്ടിലോ ബാക്കിലോ ഇടുന്നത്. സോ np.padന്റെ വരുന്ന ആർഗ്യുമെന്റ്സ് ആണ് ഫസ്റ്റ് അറേ. പറഞ്ഞാൽ നിങ്ങൾ ഏത് അറേയിലാണ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ ഈ അറേ ഉണ്ടാക്കി, എച്ച് പറഞ്ഞാൽ 1, 2, 3. അതിന് ഇപ്പം 3 എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇതിൽ എച്ച് കൊടുത്തു. എന്നിട്ട് വരുന്ന ഒരു ബ്രേസസിന്റെ ഉള്ളിൽ അയ 1, 2, 3ന്റെ മുന്നിൽ എത്ര സീറോസ് ആഡ് ചെയ്യണം, പിന്നെ പുറകിൽ എത്ര സീറോസ് ആഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ 2ഉം 3 കൊടുത്താൽ എങ്ങനെ വരും, 0, 0, 1, 2, 3. എന്നിട്ട് അവസാനം 0, 0, 0. അത് നമുക്ക് ഇങ്ങനെ ഓവർലാപ്പ് ആഡ് മെത്തേഡിന് ഉപയോഗിക്കുന്നത്. സോ പ്രിന്റ് പി ചെയ്താൽ 0, 0, 1, 2, 3, 0, 0, 0. അതാണ് പാഡിങ്. സോ h,3 പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആകെ ഫസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓർ ഓനോ അത് ബ്രാക്കറ്റ് കൂട്ടാത്തുള്ള മൊത്തം 0 ആയി. സോ മേ ബി ഞാൻ പ്രിന്റ് ചെയ്തിട്ടില്ല, വെറുതെ അല്ല. പ്രിന്റ് 2 സൈഡിലും ആയി. സോ ഒന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ 2 സൈഡിലും ആയി. ഓക്കെ. സോ അതാണ് np.pad. ഇനി np.append പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ലിസ്റ്റിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പെൻഡ് പറഞ്ഞാൽ അറ്റത്തിൽ ഇടാൻ. അത് സീറോസ് ആണെങ്കിൽ എന്താണെങ്കിൽ പാഡിങ് ബേസിക്കലി അപ്പെൻഡിങ്ങിന്റെ ഒരു വേർഷൻ ആണ്. സോ അപ്പെൻഡിങ് ജനറലി അവസാനത്തിൽ ആഡ് ചെയ്യാൻ. സോ ആഡ് ചെയ്യാൻ ഇടാൻ. സോ സപ്പോസ് എനിക്ക് 1, 2, 3 ഉണ്ട് വിചാരിച്ചോ, എനിക്ക് അതിൽ 3 ഇടണം അവസാനം. സോ 1, 2, 3, 3 അല്ലെങ്കിൽ 4 ഇടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ a is equal to np.append of I list with 3. സോ എനിക്ക്
എ പറഞ്ഞ പുതിയ വേരിയബിൾ ഇടണം. എയില് ഇപ്പം എച്ച് പറഞ്ഞ ഈ അറേ 1 2 3 1 2 3ന്റെ അവസാനം 4 അപ്പൻഡ് ചെയ്യുക. അപ്പം 1 2 3 4 ആവും. സോ പ്രിന്റ് എ 1 2 3 4 ആയി. സപ്പോസ് എനിക്ക് അതിന്റെ മേലെ തന്നെ അപ്പൻഡ് ചെയ്യണം വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എച്ച് ഇവിടെ നിന്ന് തന്നെ മാറ്റാം. സോ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് എൻ പി ഡോട്ട് അപ്പൻഡ് ഓഫ് എച്ച് കോമ 4. അതുകൊണ്ട് എനിക്ക് ഇത് തന്നെ എടുത്തിട്ട് മാറ്റാം. സോ ബേസിക്കലി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 പറഞ്ഞ അവസാനം എടുത്തിട്ട് അതിൽ ആഡ് ചെയ്യുന്ന പോലെയാണ്. പക്ഷെ ഇത് ലിസ്റ്റിന് വേണ്ടി. സോ ആണ് അപ്പൻഡ്. ഈ സൈൻ സെൽഫ് എക്സ്പ്ലാനറ്ററി സൈൻ ഫംഗ്ഷന് സിമുലേറ്റ് ചെയ്യും. സോ എൻ പി ഡോട്ട് സൈൻ ആണ് അതിൻ്റെ ഇത്. എൻ പി ഡോട്ട് സൈൻ ഓഫ് എത്ര റേഡിയൻസിലാണ് വേണ്ടത്. സോ സൈൻ ഇസ് ഈക്വൽ ടു എൻ പി ഡോട്ട് സൈൻ ഓഫ് 20 പറഞ്ഞാൽ ഇത് വരും. അതിനും പ്രിന്റ് ചെയ്താൽ ഒരു പ്രോപ്പർ റിസൾട്ട് വരും തോന്നില്ല, കാരണം ഇച്ചിരി വളരെ വലിയ ലിസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന. സോ അത് യൂഷ്വലി നമ്മൾ പ്ലോട്ടിങ്ങിന് ഉപയോഗിക്കും. സോ അത് ഞാൻ ഇപ്പോൾ പ്രിന്റ് ചെയ്തില്ല. ഇനി ഓക്കെ, ഇനി റാൻഡം ഫങ്ഷൻസ് ആണ്. അത് കുറച്ച് നല്ല യൂസ്ഫുൾ ആണ്, ബട്ട് ഓൾസോ അത് ഉപയോഗിക്കുന്ന കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. സോ എൻ പി ഡോട്ട് റാൻഡം ഡോട്ട് സി, അത് എൻ പി എന്ന് റാൻഡം പറഞ്ഞ വേറൊരു സെറ്റ് ഓഫ് ഫങ്ഷൻസിന് സീഡ് പറഞ്ഞൊരു വാല്യൂ എടുക്കുക. സോ ബേസിക്കലി നമ്മളിങ്ങനെ എൻ പി ഡോട്ട് റാൻഡം ഡോട്ട് നോർമൽ അല്ലെങ്കിൽ എൻ പി ഡോട്ട് റാൻഡം ഡോട്ട് റാൻഡന്റ്, ഇതെല്ലാം റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. പക്ഷെ ആ ജനറേഷൻ എപ്പോഴും ലൈക്ക് റാൻഡം ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി റാൻഡം ആയിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം എൻ പി ഡോട്ട് റാൻഡം ഡോട്ട് സീഡ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എൻ പി ഡോട്ട് റാൻഡം ഡോട്ട് റാൻഡന്റ് ചെയ്തു പറഞ്ഞാൽ അതെന്താണ് അത് കഴിഞ്ഞിട്ട് പറയാം. ബട്ട് ഞാൻ റാൻഡന്റ് വെച്ചിട്ട് എത്രയോ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്തു. സോ സപ്പോസ് എനിക്ക് 3 നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു ബിറ്റ്വീൻ 1 and 10. അത് എനിക്ക് 3 5 7 ജനറേറ്റ് ചെയ്തു വിചാരിച്ചു. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ അത് പ്രിന്റ് ചെയ്യുമ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ പ്രോഗ്രാം പൂട്ടി പിന്നെയും തുറക്കും. അടുത്ത പ്രാവശ്യം പ്രിന്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരു കംപ്ലീറ്റ്ലി റാൻഡം ഇത് വരും. എന്ത് ഒരു കംപ്ലീറ്റ്ലി റാൻഡം ഫംഗ്ഷൻ വരും. സോറി, ഫംഗ്ഷൻ അല്ല, കംപ്ലീറ്റ്ലി റാൻഡം നമ്പേഴ്സ് വരും. ഇപ്പോൾ അടുത്ത പ്രാവശ്യം 3 5 7 ആണെങ്കിൽ അടുത്ത പ്രാവശ്യം 6 2 4 ആവാം. ബട്ട് റാൻഡം എൻ പി ഡോട്ട് റാൻഡം ഡോട്ട് സീഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഇനിഷ്യൽ പോയിന്റ് എപ്പോഴും സെറ്റ് ആക്കും. അതുകൊണ്ട് ഞാൻ എത്ര പ്രാവശ്യം പ്രോഗ്രാം പൂട്ടിയിട്ട് തുറന്നാലും എപ്പോഴും സെയിം ആയ 3 5 7 ആദ്യം വരും. സോ ഇപ്പോൾ എൻ പി ഡോട്ട് റാൻഡം ഡോട്ട് സീഡ് ഇല്ലാണ്ടും ആയിട്ടും കാണിച്ചത് എന്നാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ഞാൻ ഇവിടെ എനിക്ക് എക്സ് ഉണ്ട്. സോ ഞാൻ പ്രിന്റ് എക്സ് ഞാൻ ഒരു 3 പ്രാവശ്യം ചെയ്യും. മേലുള്ള ഒഴിവാക്കും. എനിക്കിപ്പം സേവ് ചെയ്തിട്ടില്ല. എനിക്കിപ്പം റാൻഡറ്റ് ഒരു പ്രാവശ്യം ഇതാക്കുന്നു. സോ എല്ലാ പ്രാവശ്യം മാറ്റണം ഇതാ. റാൻഡറ്റ് എന്താണ് പറയാ, അത് ആദ്യം ഇത് ചേട്ടാ സീഡ് എന്താ പറയട്ടെ. സോ ഇവിടെ നമുക്ക് 259 246 762 കിട്ടി. നോർമലി അത് പിന്നെയും ചെയ്യും തോറും അതിന്റെ വാല്യൂസ് റാൻഡമൈസ് ആവും. ലൈക്ക് അടുത്ത പ്രാവശ്യം ഈ പ്രോഗ്രാം പൂട്ടി തുറക്കുമ്പം വേറെ എന്തെങ്കിലും വാല്യൂസ് ഉണ്ടാവും, പിന്നെയും അത് ഒഴിവാക്കാനാണ് നമ്മൾ എൻ പി ഡോട്ട് റാൻഡം ഡോട്ട് സീഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് എപ്പോഴും സെയിം ആയിരിക്കും. സോ റാൻഡം ഡോട്ട് സീഡ് ഓഫ് ഒരു 40 ചെയ്ത് വിചാരിച്ചു ഇവിടെ, എന്നാൽ വ്യത്യാസം വരും. പക്ഷെ അതെപ്പോഴും സെയിം ആയിരിക്കും. സപ്പോസ് ഞാൻ ഈ പ്രിന്റ് ഒഴിവാക്കി, പ്രിന്റ് ഒഴിവാക്കി 664113 അത് തിരിച്ചിട്ടു, സെയിം വാല്യൂസ് ഒന്നും. അതാണ് വ്യത്യാസം. സോ യൂഷ്വലി കംപ്ലീറ്റ്ലി റാൻഡം വാല്യൂസ് ഒരു കോറിലേഷൻ ഇല്ലാത്ത വരും. എൻ പി ഡോട്ട് റാൻഡം ഡോട്ട് സീഡ് എന്നിട്ട് സീഡ് എന്തെങ്കിലും ഒരു വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്തത് വാല്യൂവിന് വലിയ ഇതില്ല. ലൈക്ക് ബേസിക്കലി ഈ സീഡാണ് സെലക്ട് ചെയ്യുന്ന അറിയാനാണ്. സോ ലൈക്ക് 0 1 2 3 അതിനൊരു ആക്ച്വൽ വാല്യൂ ഇല്ല. ബട്ട് അത് 0-ൽ തുടങ്ങിയാൽ 0 പറഞ്ഞൊരു ലൈക്ക് ABC അങ്ങനെ ഒരു സീഡ് സെലക്ട് ചെയ്യുന്ന പോലെയാണ്. സോ നിങ്ങൾ 0 കൊണ്ട് തുടങ്ങിയാൽ അടുത്ത പ്രാവശ്യം 0 തന്നെ സെലക്ട് ചെയ്ത് സെയിം നമ്പേഴ്സ് വരും. അതിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ലൈക്ക് പക്ഷെ ഈ സെയിം ഇത് ഉപയോഗിക്കണം. റാൻഡറ്റിന് 1 ഉം 10 ഉം സൈസ് 3 കൊടുത്താലേ വരുള്ളൂ. ഓക്കെ, എന്നാ അടുത്ത റാൻഡന്റ് പറയാം. സോ റാൻഡന്റ് മുന്നേ പഠിച്ചൊരു ഫംഗ്ഷനാണ്.
അത് റാൻഡം ഇൻറ്റീജർ പ്രിന്റ് ചെയ്യും. സോ അതിന്റെ 3 വേരിയബിൾസ് വരുന്ന ആർഗ്യുമെന്റ്സ് വരുന്ന ലോ, ഹൈയും സൈസ് പറഞ്ഞാൽ ഏത് വാല്യൂ 1 തൊട്ട് ഏത് വാല്യൂ വരെ 10 എടുക്കണം, ഏതെല്ലാം ഇൻറ്റീജേഴ്സ് എടുക്കണം അതിന്റെ അടുക്കായിരിക്കും എടുക്കുന്നത്. പിന്നെ എത്ര എലമെന്റ്സ് വേണം, 3. അതായത് ഇപ്പോൾ 10 എലമെന്റ്സ് ആക്കിയ 10 റാൻഡം എലമെന്റ്സ് പ്രിന്റ് ചെയ്യും. സോ 10 റാൻഡം എലമെന്റ്സ് പ്രിന്റ് ചെയ്യും. ഓക്കെ, അത് റാൻഡം. ഇനി റാൻഡം ഡോട്ട് നോർമൽ. ഈ നോർമൽ ലൈക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് അറിയാം. സോ ബേസിക്കലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബെൽ കർവ് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യാനാണ് യൂഷ്വലി നമ്മൾ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കും. ഇതിന് വരുന്ന 3 വേരിയബിൾസ് ആണ്. ഫസ്റ്റ് അതിന്റെ ലൊക്കേഷൻ. സോ ഞാൻ കാണിച്ചു തരാം. സോ ഇത് നമ്മൾ ബെൽ കർവ് ആണ് വിചാരിച്ചോ. ബെൽക്കർവ് വിചാരിച്ചോ. യൂഷ്വലി ഇത് 0ലാണ് സെന്റർ ചെയ്യുന്നത്. പക്ഷെ ഫസ്റ്റ് വേരിയബിൾ പറഞ്ഞ ലോക്ക് LOC ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് അത് മൂവ് ചെയ്യാം. സോ സപ്പോസ് എക്സ് ആക്സിൽ നമ്മൾ മൂവ് ചെയ്യാം. സപ്പോസ് ഞാൻ അവിടെ -1 കൊടുത്താൽ ഇത് -1ലായിരിക്കും സെന്റർ ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി വാല്യൂസ് മാറും. അതിന്റെ രണ്ടാമത്തെ വേരിയബിൾ വരാൻ പോകുന്നത് ഇതാണ് സ്കെയിൽ. സ്കെയിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ അത് ബേസിക്കലി ഇവിടുന്ന് എത്ര ഗ്യാപ്പ് എടുക്കും. 0.4 പറഞ്ഞാൽ ഒരു ഇത്ര ഗ്യാപ്പ് വിചാരിച്ച് 0.6 ഇങ്ങനെ 1 പറഞ്ഞാൽ ഫുൾ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ആയിരിക്കും. സോ അതുകൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ 0.4 ആണ് വിചാരിച്ചത്. ഇവിടെ ഈ ഏരിയ ഉള്ള വാല്യൂസ് ആണ് അതിൽ വരാൻ പോകുന്നത്, റാൻഡത്തിൽ വരാൻ പോകുന്നത് ഉദ്ദേശിക്കുന്നത്. അതാണ് അതിന്റെ രണ്ടാമത്തെ ഇത് ആർഗ്യുമെന്റ്. ഈ മൂന്നാമത്തെ അതിന്റെ സൈസ് ആണ്. സോ എത്ര വാല്യൂസ് അവിടെ നിന്ന് വേണം. സോ എനിക്കൊരു 4 വാല്യൂസ് വേണം വിചാരിച്ചു. എനിക്ക് പ്രിന്റ് നോയ്സ് ചെയ്താൽ നോയ്സ് ചെയ്താൽ 4 റാൻഡം വാല്യൂസ് കിട്ടും. അതാണ് np.random.normal. ഇനി അടുത്ത വേണ്ടത് ആക്ച്വലി നമ്മളിപ്പോ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ എന്നാലും അറിഞ്ഞു രണ്ട് എറേ ഈക്വൽ ആണോ നോക്കാൻ np.array_equal ബേസിക്കലി സെൽഫ് എക്സ്പ്ലാനറ്ററി. രണ്ട് എറേ ഈക്വൽ ആണോ, ലൈക്ക് രണ്ട് എറേ ഈക്വൽ ആണോ നോക്കാൻ അങ്ങനെ പറയണ്ട. പിന്നെ array.copy, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ ഇത് ബേസിക്കലി ഒരു വേറെ വേരിയബിളിൽ ഈ വേരിയബിൾ എടുത്തിട്ട് കോപ്പി ചെയ്തിടും. സോ നിങ്ങൾ ചോദിക്കും, എനിക്കിപ്പം ഒരു എറേ എച്ച് ഉണ്ട് വിചാരിച്ചോ, അതിലൊരു 1 2 3 എനിക്ക് വെറുതെ a=h ചെയ്തിട്ട് h ഉള്ള എറേ എയിൽ കോപ്പി ചെയ്തിവിടെ. ഇങ്ങനെ ചെയ്താൽ മെമ്മറീന്റെ ഒരു പ്രശ്നമാണ് വരാൻ പോകുന്നത്. സോ ബേസിക്കലി സെയിം വാല്യൂസ് ഒരു ഡിഫറെന്റ് മെമ്മറിയിൽ കോപ്പി ചെയ്യും. ഈ എക്സ് ഡോട്ട് കോപ്പി ഉപയോഗിച്ചാൽ, സോ a=h.copy ചെയ്താൽ എന്താ, ഇത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് മെമ്മറി ഏരിയയിലാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് വാല്യൂസ് വെച്ചിട്ട്. ഇവിടെ നമ്മൾ a=h ചെയ്യുന്ന എന്താ വെച്ചാൽ വാല്യൂസ് ഒരേ സ്ഥലത്തിലാ, ലൊക്കേഷൻ 2 സ്ഥലം വരും, പക്ഷെ വാല്യൂസ് ഒരു സ്ഥലത്ത് തന്നെയാണ് എടുക്കുന്നത്. പെട്ടെന്ന് അങ്ങനെ ഒന്നുമില്ല. ഇതാണ് നമ്മൾ നംപൈയിൽ ഉപയോഗിക്കുന്ന ബേസിക് ഫങ്ഷൻസ്. ഇനി അടുത്ത് വരുന്ന പ്ലോട്ടിംഗ്. ബൂളിയൻ. സോ ഈക്വൽ ഒന്നെങ്കിൽ ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഈക്വൽ അല്ല. സോ 0 or 1, ട്രൂ ഓർ ഫാൾസ് ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിലും ലൈക്ക് ഒരു വലിയ യൂസ് ഇല്ല. എന്താ വെച്ചാൽ മേ ബി എറേ ടൈപ്പ് പറഞ്ഞ NP പറഞ്ഞ നംപൈയില് ലിസ്റ്റും എറേയും രണ്ട് ഡേറ്റ ടൈപ്പാണ്. സോ നീ ഇപ്പം ഡി ടൈപ്പ് ഓഫ് ഇത് ചെയ്ത് വിചാരിച്ചോ. ഡി ടൈപ്പ് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. ഡി ടൈപ്പ് ഓഫ് ഒരു ലിസ്റ്റ്, നോർമൽ ലിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ ചെയ്താൽ അത് ലിസ്റ്റ് ആയിട്ട് ഇത് വരും. പക്ഷെ ഈ എച്ച് ഇതൊരു എറേ ആണ്. ഇതിന്റെ ഡി ടൈപ്പ് എടുത്താൽ അത് numpy.array പറഞ്ഞ ഒരു ഡേറ്റ ടൈപ്പ് ആയിട്ട് കാണിക്കും. അതുകൊണ്ട് മേ ബി ലൈക്ക് രണ്ട് വ്യത്യസ്ത ഡേറ്റ ടൈപ്സിൽ മേ ബി അത് ഇതായി ഈക്വൽ ആയിട്ട് കാണിക്കൂല, ഫോൾസ് ആയിട്ട് കാണിക്കും. സോ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നെങ്കിലും മൊത്തം എറേയിൽ ചെയ്യും. ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. h= ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കില്ല. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയ മേ ബി ഡേറ്റ ടൈപ്പ് എറേഴ്സ് എല്ലാം വന്ന പ്രശ്നം, ലൈക്ക് നിങ്ങളെ കോഡ് ശരിയാവില്ല.
ജനറലി നമ്പൈ ഉപയോഗിക്കുമ്പം ഡോട്ട് അറേ ഉപയോഗിച്ചിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും. സോ എന്നാൽ ഡേറ്റ ടൈപ്പിന്റെ പ്രശ്നം വരില്ല. സോ അതാണ്. വേറെ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ ആയിരിക്കും? ലൈക്ക് എന്ത് വേണമെന്ന് ചോദിച്ചോ. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞോളെ. ലൈക്ക് ഞാൻ മേ ബി പെട്ടെന്ന് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന മിക്കവാറും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവൂല. സോ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറഞ്ഞോ. പറ 20 റേഡിയൻസ് അത്രേ ഉള്ളൂ. സോ അവിടെ ഇത് വേണമെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും സൈനിന്റെ എങ്ങനെയാ 0 to -1 അല്ല, അത് മാറൂല. അത് ഞാൻ ലൈക്ക് ഞാൻ 5 സൈൻ പ്രിന്റ് ചെയ്താലേ മാറുള്ളൂ. സോ ഞാൻ പ്രിന്റ് സൈന് വന്നാൽ ഇങ്ങനെ ഔട്ട്പുട്ട് എങ്ങനെ വരാമോ എന്നറിയില്ല. കാരണം വെച്ചാൽ ഞാൻ 4 വാല്യൂസ് എടുത്തു, റാൻഡം ആയിട്ട് എടുത്തു ഒന്ന്. അത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ലൈക്ക് ഞാൻ പ്ലോട്ടിങ്ങിൽ കാണിച്ചു തരാം എങ്ങനെ സൈൻ വരാമോന്ന്. പിന്നെ അതിന് 5 സൈനിലിട്ട വേരിയബിൾ ചെയ്താൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് -5 to 5 മാറും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എങ്ങനെ നമ്മള് ലാബിൽ ചെയ്യുന്ന പോലെ ഇത് ചെയ്യാൻ പറ്റുമോ? എന്ത് -2 to 3 അങ്ങനെ ഷിഫ്റ്റിംഗ് പറ്റും തോന്നുന്നില്ല. കേട്ടില്ല, എങ്ങനെ? ഒരു ലിസ്റ്റ് ആണ് വരുന്നത് ബേസിക്കലി. അതിന്റെ വാല്യൂസിന്റെ ഇത് എനിക്ക് തോന്നുന്നു അതിന്റെ റേഡിയൻ വാല്യൂ ആണ് വരുന്നത്. 20 റേഡിയൻ വാല്യൂ. ഇത് നോയ്സ് പ്രിന്റ് നോയ്സ്. ഓ ഓ ഓ ഓക്കെ ഓക്കെ ശരി. ഓക്കെ, ഏതെങ്കിലും ഒരു മൊമെന്റില് സൈൻ്റെ ആംപ്ലിറ്റ്യൂഡ് പ്രിന്റ് ചെയ്യും. ശരി, അതായിരിക്കും. പക്ഷെ അത് അതിനാണ് ലൈൻ സ്പേസ് ഉപയോഗിക്കുന്നത്. സോ ഇപ്പം ലൈൻ സ്പേസ് 0, 1 1000 ഉപയോഗിച്ചാൽ മേ ബി അതിന് സൈനിന് ചെയ്താൽ കിട്ടും, കൺവേർട്ട് ചെയ്തിട്ട്. സോ വേറെ കണ്ടോ? വേറെ ആയിരിക്കും ഒന്നുമില്ലെങ്കിൽ പറഞ്ഞോ. ഇത് കഴിഞ്ഞിട്ട് മേ ബി മറ്റേതിൽ വന്നിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ കഴിഞ്ഞാൽ അവിടെ തിരിച്ചു തരാം. സോ ഇപ്പൊ ഞാൻ പ്ലോട്ടിങ്ങിലോട്ട് പോകുന്നു. പ്ലോട്ടിങ്. സോ ഇതില് ഞാൻ നോക്കിയപ്പം മാർക്ക് കുറച്ചുണ്ട്. സോ കൂടുതൽ ഇതിന് നമ്മള് എക്സ്പെരിമെന്റ്സിന് നമുക്ക് പ്ലോട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. കാരണം വെച്ചാൽ വെറും വാല്യൂസ് കണ്ടിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ മര്യാദയ്ക്ക് മനസ്സിലാവുക. പ്രത്യേകിച്ച് ഇപ്പൊ നോയ്സി സൈനിന് ഇതിവിടെ കുറച്ച് എക്സ്ട്രാ എല്ലാം ഉണ്ട്. പക്ഷെ എത്ര വൃത്തിയുണ്ട് അത്രക്കും എക്സാമിനറിന് ഇഷ്ടം. പിന്നെ നിങ്ങളെ മേ ബി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാം, അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ലൈക്ക് പ്ലോട്ടിങ് അത്രക്കും ലൈക്ക് കമ്പാരിറ്റീവ്ലി നല്ല ഈസിയാ ചെയ്യാൻ. ഫങ്ഷൻസ് ഒരു 5-10 അറിഞ്ഞാൽ മതി, അതിന്റെ സിൻടാക്സും. അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് പ്ലോട്ട് ചെയ്യാം, ഏത് സിഗ്നൽ ആണെങ്കിലും. സോ പ്ലോട്ടിങ്ങിന് അതിനും അത് മാർക്കുണ്ട്. സോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്പർ ഞാൻ ഇമ്പോർട്ട് ചെയ്തത് വെറുതെ സിഗ്നൽസ് വേണം, അല്ലെങ്കിൽ സിഗ്നൽസ് ഇല്ലാണ്ട് നമുക്ക് ഒന്നും കാണിക്കാനുണ്ടാവില്ല. സോ ഞാൻ നമ്പർ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റ്പ്ലോട്ട് ലിബ് പറഞ്ഞ ഒരു മോഡൽ ഇമ്പോർട്ട് ചെയ്തു. അതിന് ഞാൻ PY പ്ലോട്ടാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു മാറ്റ്പ്ലോട്ട് ലിബ് മൾട്ടിപ്പിൾ ഇതിനാണ്, മൾട്ടിപ്പിൾ കോഡിംഗ് ടൈപ്സിനുണ്ട്. സോ ഇത് PY പ്ലോട്ടാണ് ഇപ്പം ഇത് ചെയ്തത്, ഇമ്പോർട്ട് ചെയ്തത്. ഇതാണ് നമ്മൾ ജനറലി ഉപയോഗിക്കാൻ പോകുന്നത്, വേറൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതുവരെ കാണാൻ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്തോ. matplotlib.py plot as PLT. ഞാൻ PLT ആണ് ഇവിടെ ഇതായിട്ട് ഷോർട്ട് ഹാൻഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഫംഗ്ഷൻ പറയാൻ വിട്ടുപോയി. ഇതങ്ങനെ അറിയാൻ ആവശ്യമില്ല. ഒരു ഫോർ ലൂപ്പ് പോലെ, സോറി ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് പോലെയാ. പക്ഷെ ഈ np.where ഇടക്കിടക്ക് കണ്ടിട്ടുണ്ടാവും ബേസിക് സിഗ്നൽസിന്റെ ഇതിൽ. എവിടെ എഴുതാം, np.where. np.where പറഞ്ഞ ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് പോലെയാണ്. സോ ഇവിടെ പിന്നെ എഴുതാം, s is equal to np.where of statement comma true condition പിന്നെ false condition.
സോ ബേസിക്കലി എനിക്ക് ഈ ഫസ്റ്റ് ആർഗ്യുമെന്റ് ഒരു കണ്ടീഷൻ ഇടും. അത് എ ഇസ് ഈക്വൽ ഡബിൾ ഈക്വൽ ടു 0, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ, അല്ലെങ്കിൽ എ ഇസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെ ഒരു കണ്ടീഷൻ ഉപയോഗിക്കുന്നത് ബേസിക്കലി ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഇത് കംപ്രസ് ചെയ്തു, പിന്നെ നമുക്ക് അതിനെ സൂട്ടബിൾ ആക്കിയ ഒരു വഴിയിൽ ചെയ്തു. ഇത് ഉപയോഗിക്കണം ഇല്ല, കാരണം വെച്ചാൽ നമ്മൾ അല്ലെങ്കിലും ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കുന്നതാണെങ്കിൽ ഉപയോഗിച്ചോ, വലിയ ഇതില്ല. ബേസിക്കലി ഇതൊരു നല്ല കംപ്രസ്ഡ് വേർഷൻ ആണ്. പിന്നെ ഇത് ഇതിന്റെ ഇതറിയെങ്കിൽ, സിന്റാക്സ് അറിയെങ്കിൽ വായിക്കാനും നല്ല സിമ്പിൾ ആണ്. ഇങ്ങനെ മൾട്ടിപ്പിൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നതിനെക്കാട്ടും ഈസി ഇങ്ങനെ ഫസ്റ്റ് ആർഗ്യുമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, സെക്കൻഡ് ആർഗ്യുമെന്റ് ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താ വരുന്നത്, ഫോൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താ വരുന്നത്. സോ എസ് ഇസ് ഈക്വൽ ടു എൻ പി ഡോട്ട് വെയർ ഓഫ് എ ഇപ്പം 0 ആണെങ്കിൽ 1 ആവും, എൽസ് 0 ആണെങ്കിൽ. ഇത് ആക്ച്വലി എന്താണ്, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷന്റെ ഫോമിലാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ വലിയ ബ്രാക്കറ്റ് വെച്ച് എഴുതുക, ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 ഇഫ് എൻ ഇസ് ഈക്വൽ ടു 0 ആൻഡ് 0 ഫോർ എനിത്തിങ് എൽസ്. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അത് ഞാൻ ബേസിക് സിഗ്നൽസിൽ എത്തുമ്പോൾ പറയും. സോ ലൈക്ക് ഞാൻ മെയിനായിട്ട് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടില്ല, വേറെ ഉപയോഗിച്ചത്. സോ അവിടെ എത്തുമ്പോൾ അത് പറയും. സോ അതാണ് വേർ ഫംഗ്ഷൻ. അത് ഞാൻ ഇപ്പം അതിൽ ഇടാൻ വിട്ടുപോയി. സോ അത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ ഞാനിപ്പോൾ കുറച്ച് ഫങ്ഷൻസ് ഇവിടെ എഴുതി വെച്ചിന്. അത് തൽക്കാലത്തേക്ക് ഇഗ്നോർ ചെയ്യാം. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കാൻ പോകുന്ന പി എൽ ടി ഡോട്ട് ഫിഗർ. ഫിഗർ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഒരു ഫിഗർ ഓഫ് ഫിഗ് സൈസ് ഈക്വൽ ടു നമ്മൾ ഒരു സൈസ് കൊടുക്കും. ഇത് എത്ര വെച്ചാൽ ഇതിന്റെ വിത്ത് എത്രയാ, വിത്ത് എത്ര ഇഞ്ചില്. സോ ഇവിടെ ഞാൻ കൊടുത്ത 10 ആണെങ്കിൽ 10 ഇഞ്ച് വിത്ത് ഉണ്ടാവും. ഇഞ്ച് എന്തിനാ ഉപയോഗിച്ച് എനിക്ക് ലൈക്ക് എന്നോട് ചോദിക്കണ്ട, മെട്രിക് സിസ്റ്റം അല്ല. 10 ഇഞ്ച് വിത്ത് ഉണ്ടാവും. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് 10 ഇഞ്ച് ഹൈറ്റ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് വേണം കൊടുക്കുക, ലൈക്ക് കൂടുതൽ വലിപ്പം കൊടുത്താൽ പ്രശ്നമില്ല. കൂടുതൽ ചെറുത് കൊടുത്താൽ ഇങ്ങനെ നിങ്ങൾ സിഗ്നൽസ് ഇങ്ങനെ വേണമെങ്കിൽ ഓവർലാപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് വലുത് കൊടുക്കുക. പിന്നെ ഫിഗറിന് വേറെ കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ മൾട്ടിപ്പിൾ സിഗ്നൽസ് ഉണ്ട് വിചാരിച്ച, ലൈക്ക് മൾട്ടിപ്പിൾ സിഗ്നൽസ് പ്രിന്റ് ചെയ്യണം വിചാരിച്ച, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ സിഗ്നൽസ് ഒരു ഇതിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഫിഗർ ആദ്യം കൊടുത്താൽ ഫിഗർ അത് കഴിഞ്ഞിട്ട് മാറ്റാൻ പറ്റൂല. ലൈക്ക് ഫിഗർ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിഗർ ഉപയോഗിച്ചാൽ എറർ ത്രോ ചെയ്യും. സോ ഒരു പ്രാവശ്യം മാത്രം ഫിഗർ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, സോ അത്രേ ഫിഗർ ഉള്ളൂ. അതിപ്പോ ഒരു 10x10 ഇതുണ്ടാക്കി വിചാരിച്ചു. ഒരു 10 ഇഞ്ച് വൈഡും 10 ഇഞ്ച് ലോങ്ങും ഉള്ള ഒരു ഇത് ബോക്സ് ഉണ്ടാക്കി. ഓക്കെ, അടുത്ത് വരുന്നത് സബ്പ്ലോട്ട്. സബ്പ്ലോട്ട് പറഞ്ഞാൽ ലൈക്ക് സബ്പ്ലോട്ട് അതിന്റെ ഇത് വരുന്നത് ആർഗ്യുമെന്റ്സ് വരുന്ന 3 ആദ്യം അതിന്റെ നമ്പർ ഓഫ് റോസ്, എത്ര റോസ് വേണം. ഈ ഫിഗറിനുള്ള എത്ര സബ്പ്ലോട്ട് പറഞ്ഞ പ്ലോട്ട് പറഞ്ഞ ഒരു സ്ക്വയർ ആണ്. സബ്പ്ലോട്ട് പറഞ്ഞ അതിന്റെ സെക്ഷൻസ് ആണ്. സോ അതേ സെക്ഷൻസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, സബ്പ്ലോട്ട് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആർഗ്യുമെന്റ് നമ്പർ ഓഫ് റോസ്, സെക്കൻഡ് ആർഗ്യുമെന്റ് വരുന്ന നമ്പർ ഓഫ് കോളംസ്, രണ്ടാമത്തെ ഇൻഡെക്സ്. സോ ഞാൻ ഇപ്പൊ 3/3/1 ചെയ്ത 3/3 ചെയ്ത പറഞ്ഞ 3 റോസ് ഉണ്ടാവും, 3 കോളംസ് ഉണ്ടാവും. അപ്പൊ 9 ബോക്സസ് ഉണ്ട് ഈ 10x10 സ്ക്വയറിൽ. ആ 10x10 പറഞ്ഞാൽ അതിന്റെ ലെങ്തും ബ്രെത്ത് ആണ്. അതിന് ഇതിനോട് ഒരു ബന്ധമില്ല. ഇത് പറഞ്ഞാൽ എത്ര ബോക്സസ് ഉണ്ടായാലും. സോ ഇതിപ്പം 3/3 ആണ്. എനിക്ക് വേണമെങ്കിൽ 3/2 ആക്കിയ 6 സെക്ഷൻസ് ആക്കാം. ഇനി അതിന് എങ്ങനെ ചൂസ് ചെയ്യുന്ന വിചാരിക്കുന്നുണ്ടാവും. സോ ചൂസ് ചെയ്യുന്ന ഇൻഡെക്സ് വെച്ചിട്ട്. സോ ലെഫ്റ്റ് റൈറ്റ്, ഇപ്പൊ എനിക്കിപ്പോ ഒരു 4 ബോക്സ് ഉണ്ടെങ്കിൽ, ഒരു 9 ബോക്സ് ഉണ്ടെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് പിന്നെ അപ് ടു ഡൗൺ ആയിരിക്കും പോകാൻ പോകുന്നത്. സോ എങ്ങനെയായിരിക്കും 1 2 3 4 5 6 7 8 9 ഇങ്ങനെയായിരിക്കും പോകാൻ പോകുന്നത്. സോ ആൻഡ് സോ ഫോർ റൈറ്റിലോട്ട്, എന്നിട്ട് താഴെ റൈറ്റിലോട്ട്, താഴെ റൈറ്റിലോട്ട്, താഴെ അങ്ങനെ. പിന്നെ സപ്പോസ് എനിക്കിപ്പം ഒരു വലിയ സിഗ്നൽ ഉണ്ട് ഇവിടെ, ഒരു കുറച്ച് ലെങ്ത് വേണ്ട, പിന്നെ എനിക്ക് കുറച്ച് ചെറിയ സിഗ്നൽസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെയിം 3/3 ഉപയോഗിക്കുന്നതാണെങ്കിൽ എനിക്കിങ്ങനെ എന്താ ചെയ്യാം, ഇതിപ്പോ 1 2 3 അല്ലേ,
എനിക്കിങ്ങനെ ബ്രാക്കറ്റിൽ ഇൻഡെക്സിന്റെ സ്ഥലത്ത് നോർമലി 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 5 6 ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് ഇങ്ങനെ ബ്രാക്കറ്റിൽ 1,2,3 ചെയ്താൽ ഒരു സിഗ്നലിന് ഇത്ര സ്ഥലം കൊടുക്കും. സോ ഈ ഒരു റോ കൊടുക്കും അതിന്. ഓർ വേർട്ടിക്കലി എനിക്ക് പറ്റും തോന്നുന്നില്ല, ബട്ട് മേ ബി 147 എടുത്ത് ഇങ്ങനെ വേർട്ടിക്കലി ഇട്ടു. പക്ഷെ അങ്ങനെ ഒരു സിഗ്നൽ ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല. യൂഷ്വലി നമ്മൾ എക്സ് ആക്സസ് വെച്ചിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് കൊടുക്കുന്നത് ഇവിടെ. സോ ഞാൻ പിന്നെ സപ്ലോട്ട് പറഞ്ഞാൽ സപ്ലോട്ട് കോഡ് ചെയ്താൽ അതിന്റെ താഴെ ലെജൻഡ് അടുത്ത സപ്ലോട്ട് വരുന്നവരെ ആയിരിക്കും അതിന്റെ ഒരു സിഗ്നൽ. സോ അതുകൊണ്ടാണ് ഇവിടെ 3 വരുന്നത്. നോക്ക്, ഞാൻ ഇവിടെ ഒരു സ്പേസ് വെച്ചാൽ PLT സപ്ലോട്ട് ഓഫ് 2,2,1 അതിന്റെ അകത്ത് എന്താ, രണ്ട് റോ ഉണ്ട്, 2 കോളം ഉണ്ട്. അതിന്റെ ഫസ്റ്റ് അപ്പം ടോപ്പ് ലെഫ്റ്റിലുള്ള പൊസിഷനിലെ സ്ക്വയർ എടുത്തു. അത് എന്തിനു കൊടുത്തു, ഈ ഫസ്റ്റ് സിഗ്നൽ അത് ഈ സ്റ്റെം വെച്ചിട്ട് മൊത്തം ചെയ്തു. അത് അടുത്ത സപ്ലോട്ട് വരുന്നവരെ മൊത്തം ഇവിടെ വരാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു ഈ സപ്ലോട്ടാണ്. സോ അത് വരാൻ പോകുന്ന എവിടെ ഈ സപ്ലോട്ടാണ് ഫസ്റ്റ് പൊസിഷനിലുള്ള. അടുത്ത് വരാൻ പോകുന്നത് ഏതാ, അടുത്ത സപ്ലോട്ട് വരച്ചു. അപ്പൊ മുന്നേത്തെ സപ്ലോട്ട് 1 വരുന്ന വിട്ടു. അപ്പൊ ഈ രണ്ടാമത്തെ വരും. അപ്പൊ അതിന്റെ ഒരു സിഗ്നൽ വന്നു, അത് ഇവിടെ വന്നു. ഇതാ ഈ സിഗ്നൽ. ഈ മൂന്നാമത്തെ സപ്ലോട്ടിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. സോ 3-4 കാണുന്നില്ല. അവിടെ ഞാൻ ഇപ്പൊ 2/2 1 2 എടുത്തു. 1 ഒരു സിഗ്നൽ എടുത്ത്, 2 വേറെ സിഗ്നൽ എടുത്തു. ഇനി 3ഉം 4ഉം ഒരുമിച്ച് ഒരു സിഗ്നൽ എടുത്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഞാൻ ബ്രാക്കറ്റിൽ 3ഉം 4ഉം എടുത്തു. അതുകൊണ്ട് ഒരു സപ്ലോട്ടിന്റെ താഴെ ഒരു സപ്ലോട്ട് തൊട്ട് മറ്റേ സപ്ലോട്ട് വരെ എന്ത് ഉപയോഗിച്ചാലും അത് സിഗ്നൽ കൊണ്ട് മാത്രമാണ് ഒരു സെക്ഷന് മാത്രമാണ്. ഈ ഫസ്റ്റ് സപ്ലോട്ട് ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ മൊത്തം വിത്ത് റെസ്പെക്ട് ടു സപ്ലോട്ടാണ്. സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. ഇവിടുന്ന് ഇവിടെ തൊട്ട് ഇതിനാണ്, ഇവിടുന്ന് ഇവിടെ തൊട്ട് മൂന്നാമത്തെ സിഗ്നലാണ്. അതാണ് സപ്ലോട്ടിനെ പറ്റി. ഇത് ഞാൻ ഓരോന്ന് പറയുമ്പോൾ മേ ബി മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ എല്ലാം ഒരുമിച്ച് വെക്കുമ്പോൾ അത് വൃത്തിക്ക് കാണും. സോ അതാണ് സപ്ലോട്ട്. ഇങ്ങനെ വരാമെന്ന് ആക്ച്വൽ ഈ സിഗ്നല് എങ്ങനെ കാണിക്കുന്നത്. ഇതിപ്പോ നമ്മൾ വെറുതെ ബോക്സസ് ഉണ്ടാക്കി. സോ ഞാൻ ഇപ്പം സ്റ്റെമ്മ് നമ്മൾ ബേസിക്കലി 2 ടൈപ്പ് പ്ലോട്ട്സ് ആണ് ഉള്ളത് നമുക്ക്. ഒന്ന് കണ്ടിന്യൂസ്, ഒന്ന് ഡിസ്ക്രീറ്റ്. നമ്മൾ മെയിൻലി സ്റ്റെമ്മാണ് ഉപയോഗിക്കുന്നത്. സ്റ്റെം എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട്. നമ്മൾ നോയ്സി സൈന് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ പ്ലോട്ട് ഉപയോഗിച്ചിട്ടില്ല. നമ്മളൊരു ലൈക്ക് ബേസിക്കലി കുറെ പോയിന്റ്സ് ഉപയോഗിച്ചാൽ നമ്മളിപ്പം ഒരു 1000 പോയിന്റ് ഒരു 10 സെന്റിമീറ്ററിന് ഇടയ്ക്ക് ഉപയോഗിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് തോന്നും. ആക്ച്വലി കണ്ടിന്യൂസ് അല്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് തോന്നും. അങ്ങനെ നോയ്സി സൈനിൽ ചെയ്തത്. ബട്ട് നമ്മൾ ഇപ്പൊ മറ്റേ ആക്ച്വൽ PLT.plot ഉപയോഗിച്ചിട്ടില്ല. അതാണ് കണ്ടിന്യൂസ് വേർഷൻ പറഞ്ഞ പ്ലോട്ടാണ് PLT.plot. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന PLT.stem ആണ്. മെയിൻലി PLT.stem ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. സോ PLT.stemന്റെ ആർഗ്യുമെന്റ്സ് ആണ് ആദ്യം വരുന്നത് എക്സ് ആക്സിസ്. സോ എക്സ് ആക്സിസിലുള്ള എന്താ വിളിക്കുന്നത്, എക്സ് ആക്സിസ് എന്തെല്ലാം വാല്യൂസ് ആണ്. സോ ബേസിക്കലി നമ്മൾ എക്സ് ആക്സിസ് സെറ്റ് ആക്കുന്നത്. സോ ഇൻഡെക്സിന് നമ്മൾ സാമ്പിൾ ഇൻഡെക്സ് ആണ് നമ്മൾ എക്സ് ആക്സിൽ ഉപയോഗിക്കുന്നത് n. സോ 0 1 2 3 4 അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഷിഫ്റ്റഡ് ആണെങ്കിൽ മേ ബി -3 -2 -1 0 1 2 3 അങ്ങനെ. പിന്നെ അടുത്ത് വരുമ്പോൾ y ആക്സിസ്, എക്സ് y. അപ്പം ഞാൻ ഇവിടെ സിഗ്നൽ കൊടുക്കുമ്പോൾ ഇവിടെ സെയിം ഒരു ലിസ്റ്റ് ഉണ്ടാവും. ബേസിക്കലി ഇവിടെ കൊടുക്കുന്ന അറേയാണ് ഇൻപുട്ട്. എക്സ് ആക്സിസിൽ നമ്മൾ ബേസിക്കലി ഒരു ഇതായിരിക്കും 1 2 0 തുടങ്ങുന്നത് 0 1 2 3 അങ്ങനെ. പിന്നെ y ആക്സിസിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇവിടെ EX ആണ്. EX ഇതിനാ വെറുതെ ഞാൻ മുന്നേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. EX ഇവിടെ വെറുതെ കാണിക്കാൻ പറയുന്ന EX ഇവിടെ മാഗ്നിറ്റ്യൂഡ്സ് നമ്മൾ ഇതാക്കുന്ന. സോ 2 4 1 6 ഒരു കണ്ടീഷൻ ഉണ്ട്, ഒന്നല്ല കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം എന്ത് സൈസിൽ. സോ ഇത് 4 ആണെങ്കിൽ ഇതെന്തായാലും 4 ആയിരിക്കണം, അല്ലെങ്കിൽ എറർ ത്രോ ചെയ്യും. സെയിം വേ എന്തെങ്കിലും വേറെ അത്രേ ഉള്ളൂ. അത് 2 കണ്ടീഷൻസേ ഉള്ളൂ PLT.stemന്. സോ പിന്നെ അടുത്ത ലേബിൾ PLT.stemന് അങ്ങനെ കുറയില്ല. ലൈക്ക് മേ ബി നിങ്ങൾ മുന്നേ മറ്റേ നോയ്സി സൈനിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ വലിയൊരു അത് പ്ലോട്ടിലാണ് വരുന്നത്, കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. അതിനാണ് അപ്പം പറഞ്ഞുതരാം. ഇതിപ്പം PLT.stemന് ആകെ 3 ഇതാണുള്ളൂ, 3 ആർഗ്യുമെന്റ്സ് ഉള്ളൂ.
എ കോമ എക്സ് ആക്സിസ് കോമ വൈ ആക്സിസ് കോമ ലേബിൾ. ലേബിൾ എങ്ങനെ വെച്ചാൽ ലേബിൾ ഈക്വൽ ടു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് സ്ട്രിങ്ങിൽ കൊടുക്കണം. സ്ട്രിങ്ങിൽ കൊടുക്കണം അല്ലെങ്കിൽ ആയിരിക്കും വേരിയബിൾ ആയിട്ട് കൂട്ടും. ലേബിൾ ഇസ് ഈക്വൽ ടു സൈൻ ടു, അതായത് സെക്കൻഡ്, അത് നിങ്ങൾ പേര് കൊടുത്താൽ ഇങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്. സോ സൈൻ ടു ഇങ്ങനെ ഇതായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങൾ എന്ത് പേര് കൊടുക്കും അങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ബാക്കി വെറുതെ നമുക്ക് കാണാനുള്ളത്. സോ പി എൽ ടി ഡോട്ട് ടൈറ്റിൽ, അതെന്തെങ്കിലും ടൈറ്റിൽ നമ്മൾ കൊടുക്കും. അത് ടൈറ്റിൽ വരാൻ പോകുന്നത് ഇവിടെ മേലെയാണ്, ഈ സിഗ്നലിന്റെ മേലെ ഈ ഏരിയയിൽ. പിന്നെ വരാൻ പോകുന്നത് കുറച്ചും കൂടി എന്താണ് സെൽഫ് എക്സ്പ്ലാനറ്ററി ആണ്. സോ വൈ ലേബിൾ, വൈ ആക്സിസിൽ എന്ത് ലേബിളാണ് വരുന്നത്. വൈ ആക്സിൽ നമ്മളിവിടെ ആംപ്ലിറ്റ്യൂഡ് കൊടുത്തോണ്ട് ഞാൻ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഒരു സ്ട്രിങ് ആയിട്ട് പറഞ്ഞു. ഇതാ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എഴുതിന്. സെയിം പി എൽ ടി ഡോട്ട് എക്സ് ലേബിൾ ഉണ്ട്, അതിന് സാമ്പിൾ ഇൻഡെക്സ് കൊടുക്കും. സെയിം ലോജിക്. പിന്നെ പി എൽ ടി ഡോട്ട് ഗ്രിഡ്, ഗ്രിഡ് വേണമെങ്കിൽ ഈ ഗ്രിഡ് ആണെന്നില്ല, ഇതിന്റെ ബാക്കിൽ ഗ്രിഡ് ഇല്ലാന്ന് കിട്ടും. ഞാൻ ഇതെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് കഴിഞ്ഞിട്ടും ഞാൻ കാണിച്ചു തരാം. ലൈക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. തൽക്കാലത്തേക്ക് ഞാൻ ഇതും ലെജൻഡ് പറഞ്ഞിട്ട് പറയാം. ലെജൻഡ് പറഞ്ഞാൽ എന്താ, ഈ എക്സ് ലേബിൾ വൈ ലേബിളും ടൈറ്റിലും എല്ലാം ലെജൻഡിന്റെ ഭാഗമാണ്. ലെജൻഡ് പറഞ്ഞാൽ മാപ്പിന് ഒരു ലെജൻഡ് ഉണ്ട്. ലെജൻഡ് ബേസിക്കലി ഇപ്പം മാപ്പിൽ ഇങ്ങനെ ഒരു സ്ക്വയർ മാർക്കർ, ഒരു സർക്കിൾ മാർക്കർ, ഒരു സ്റ്റാർ മാർക്കർ ഇങ്ങനെല്ലാം ഇട്ടിട്ടുണ്ടാവും. അത് ലെജൻഡ് ബേസിക്കലി അതിന്റെ ഒരു ടേബിൾ പോലെ ആയിരിക്കും. ആ സ്റ്റാറിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വാട്ടർഫോൾ, സർക്കിളിന്റെ ഇടയ്ക്ക് ഇങ്ങനെ മൗണ്ടൻ, സ്ക്വയറിന്റെ അടുത്ത് റോഡ്, അങ്ങനെ ആയിരിക്കും. അതൊരു ലെജൻഡ് പറഞ്ഞാൽ ഇതെല്ലാം കാണിക്കാനുള്ളത്. സോ പി എൽ ടി ഡോട്ട് ലെജൻഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ലേബിൾ കാണിക്കില്ല, വൈ ലേബിൾ കാണിക്കില്ല, പ്ലോട്ടും കാണിക്കില്ല. സോ പി എൽ ടി ഡോട്ട് ലെജൻഡ് എപ്പോഴും വേണം. പിന്നെ പി എൽ ടി ഡോട്ട് ഗ്രിഡ് വൃത്തി വേണമെങ്കിൽ അത് വേണം. സോ ഞാനിപ്പം ഇത് റൺ ചെയ്യാം ഈ കോഡ്. ഇതിപ്പോ വരാൻ പോകുന്ന എന്തായിരിക്കും, ഇതേതാണ് ഇപ്പം ചെയ്ത A324. ഓക്കെ, സോ ഇത് ഞാൻ ചെയ്തത് ഒരു റാൻഡം ഒരു വെറുതെ ഉണ്ടാക്കിയ ഒരു ഫംഗ്ഷനാണ്. സോ ഞാൻ റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് റേഞ്ച് -3 to 4. ഞാൻ റേഞ്ച് പറഞ്ഞോ? ഓക്കെ പറഞ്ഞു. ഓക്കെ, റേഞ്ച് -3 to 4 അതിൻ്റെ അർത്ഥം -3, -2, -1, 0, 1, 2, 3 അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടായി. സോ ഇത് ബേസിക്കലി ഇവിടെ -3, -2, -1, 0, 1, 2, 3 ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടായി. പിന്നെ അതിന്റെ താഴെ വെറുതെ ഒരു മാഗ്നിറ്റ്യൂഡിന് വേണ്ടി ഒരു ഇതുണ്ടാക്കിയത്, ഒരു ലിസ്റ്റ്. അത് വെറുതെ ഇവിടെ കൊടുത്തു. അവിടെ സ്റ്റെമ്മില് എക്സ് ആക്സിസിൽ നമ്മള് ഇത് n പറഞ്ഞാൽ നമ്മള് സാമ്പിൾ ഇൻഡെക്സ്, നമ്മള് ഈ വാല്യൂസ് താഴെ വരുന്നത്. പിന്നെ എക്സ് പറഞ്ഞാൽ നമ്മളെ ഏത് വാല്യൂസ്, നമ്മളെ മാഗ്നിറ്റ്യൂഡ്സ്, അത് ഇവിടെ കാണിച്ചു. സോ ഇവിടെ എനിക്ക് തോന്നുന്നു അറ്റത്തിലായോണ്ട് കാണിക്കാത്ത, പക്ഷെ ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് കാണിക്കുന്നില്ല. പക്ഷെ ഇവിടെ കാണാം 2, 3, 1, 4, 3, 6, 0 അതാണ് ഇവിടെ വന്നത്. അങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് ഒന്നും കൂടി ഇത് വെച്ചിട്ടില്ല. ഇതിനായിപ്പം ഇങ്ങനെ ചെയ്ത ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മാറ്റുക. ഫിഗർ സൈസ് അങ്ങനെ മാറ്റണ്ട. നിങ്ങൾക്ക് അതിന്റെ ഇതിപ്പോ ഒരു റെക്ടാങ്കിൾ ഓർ ഒരു റെക്ടാങ്കിൾ, അത് ബേസ് കൂടുതൽ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതൽ ലെങ്ത് അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അത് നിങ്ങൾ ഇഷ്ടം. അത് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാം. സോ വിത്ത് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ഇതാണ്, അതുകൊണ്ട് വിത്ത് കുറച്ച് ഇതൊരു വെർട്ടിക്കൽ റെക്ടാങ്കിൾ ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫോണിന്റെ ഒരു ഷേപ്പ് ആയിരിക്കും, പോർട്രേറ്റ് ഷേപ്പ്. ഞാൻ 10 വെക്കുന്നത്. സബ്ലോട്ട് ഇപ്പൊ 331 ആണ്. അത് വേറെ മാറ്റം. ഇപ്പൊ ഞാൻ സപ്പോസ് ഞാൻ 332 ചെയ്തു വിചാരിച്ചു, അപ്പം അത് രണ്ടാമത്തെ സ്ഥലത്തോട് മാറും. സോ ഇപ്പം ഇവിടെ കുറെ സിഗ്നൽസ് ഇല്ല, അതുകൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. ബട്ട് സിഗ്നൽസ് വേറെ ഉണ്ടെങ്കിൽ അത് അവിടെ ഷിഫ്റ്റ് ആവും. സോ ഞാനിപ്പം ഇതിനെ സ്ട്രിങ്ങിന്റെ ഉള്ളിൽ നിന്ന് മാറ്റാം. Ctrl+X, റൺ ചെയ്ത് വിചാരിച്ചു. എന്നിട്ടില്ലാണ് 332 ലെജൻഡ് A കൊമാൻസ് ടൈറ്റിൽ സാമ്പിൾ സ്ഥലം മാറിയോ? രണ്ടും 3-3 കണ്ട് പറഞ്ഞല്ലോ. ഇത് 1, മറ്റേത് 2. രണ്ടെണ്ണം. മൂന്നാമത്തേനും ഇവിടെ സ്ഥലമുണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് പൊസിഷൻ എടുത്തു, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ എടുത്തു. ഞാൻ ഇപ്പൊ ഈ സെയിം സാധനം കോപ്പി ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഉണ്ടാക്കിയ ഈ സെയിം സിഗ്നൽ തന്നെയാണ്.
ഞാനിപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറ്റി വിചാരിച്ചു. ഇത് 3 ആക്കി, ഇത് 4 ആക്കി, 5 ആക്കി. സോ ഇങ്ങനെ ഇപ്പോൾ 1 2 3 4 5 6 ഇങ്ങനെ 1 2 3 4 5 എങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ ചെറുതില്ല. സോ സപ്പോസ് എനിക്ക് 4 ഒഴിവാക്കി വിചാരിച്ചു, അപ്പം ഈ 4th പൊസിഷനിൽ ഒഴിവായി. അങ്ങനെയാണ് സബ്പ്ലോട്ടിങ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ സെക്ഷൻസ് വേണമെങ്കിൽ, സപ്പോസ് എനിക്ക് ഇതിപ്പം 3യും ഇതിപ്പം 4 അല്ല, എനിക്ക് 3യും 4 ഒരുമിച്ച് ഒരു സിഗ്നൽ ആയിട്ട് വേണം. അതുകൊണ്ട് 3 4 ചെയ്തു ഇങ്ങനെ വരും. മറ്റേ സിഗ്നൽ ഓക്കെ, മറ്റേ ഇതാ ഇവിടെ കണ്ടില്ലേ ആംപ്ലിറ്റ്യൂഡ്, മറ്റേ സിഗ്നൽ പുറകിലാണ് ഉള്ളത്. സോ ചിലപ്പോൾ എല്ലാം പ്ലോട്ടിങ് ശരിയായി കിട്ടൂല. അത് മേ ബി മൊത്തം ചെയ്തിട്ട് സിഗ്നൽ ആക്കിയാൽ ചിലപ്പം കിട്ടും. ലൈക്ക് മൊത്തം 9 സ്ലോട്ടും ഫിൽ ചെയ്തിട്ട് ആ ഒരു സെക്ഷൻ മാത്രം മാറ്റിയാൽ മേ ബി അത് സെക്ഷൻ ആയിട്ട് കിട്ടും. സോ അങ്ങനെയാണ്. ഇപ്പം മൾട്ടിപ്പിൾ സിഗ്നൽസ് വെച്ച് ഇവിടെ ഒരു കുറച്ച് സിഗ്നൽസ് ഉണ്ടാക്കി എടുത്തിന് NP ഡോട്ട് വേറെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്തത്. ബേസിക് സിഗ്നൽസ്, പൾസ്, യൂണിറ്റ് സ്റ്റെപ്പ്, റാമ്പ്, അത് ഇതിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. ഇവിടെ ഞാൻ തൽക്കാലത്തേക്ക് 3x3 ഉപയോഗിക്കാണ്ട് അല്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. 5ഉം 4ഉം 6ഉം ഫിൽ ചെയ്തിട്ട് ഞാൻ ഇപ്പൊ ഫിൽ ചെയ്തിട്ട് അടുത്ത ഞാൻ ഇത് പറയാം, പ്ലോട്ടിങ് PLOT നമ്മൾ നോയ്സി സൈൻ ഉപയോഗിച്ച് ലൈക്ക് കണ്ടിന്യൂസ് സിഗ്നൽസിന് വേണ്ടിയുള്ള. ഇതിപ്പം 6 ആക്കിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ 6 സിഗ്നൽസ് ഉണ്ട്. ഒരു സെക്ഷനും കൂടി ബാക്കിയുണ്ട് താഴെ. അതിനാ ഇപ്പൊ ഒരു സൈനും ഉണ്ട് ഫിൽ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, ഈ PLT.plot അതിന് ആദ്യം പ്ലോട്ട് എങ്ങനെയാ ചെയ്യുന്നത് പറയാം. PLT.plot പറഞ്ഞാൽ PLT.stemന്റെ കണ്ടിന്യൂസ് വേർഷൻ ആണ്. സോ എങ്ങനെ വരും, അതിന് കുറച്ചും കൂടി ഇതുണ്ട്, ലൈക്ക് കുറച്ചും കൂടി ആർഗ്യുമെന്റ്സ് ഉണ്ട്. ബിക്കോസ് അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് കൂടാതെ അതിന് കുറെ ഇങ്ങനെ ഡിസൈൻസ് ഉണ്ട്. ഇത് കാണുന്ന പോലെ തന്നെ ഇത് ഇങ്ങനെ ഓവർലാപ്പ് ആയിട്ട് ഒരു വേറെ സിഗ്നൽ കൊടുക്കുക, അതിന്റെ കളറെല്ലാം മാറ്റുക, അതിന്റെ ലൈന് എന്ത് ടൈപ്പാണ്, ഇത് ഇപ്പൊ ഡോട്ടഡ് ലൈനാ, വേറെ അങ്ങനെ കുറെ ലൈൻ ടൈപ്സ് ഉണ്ട്, അങ്ങനെ ആക്കുക. സോ അങ്ങനെ ഇതാക്കാം, മാറ്റാം. അതുകൊണ്ടാണ് ഇതിന് ഇത്രക്കും ആർഗ്യുമെന്റ്സ് വരുന്നത്. ആർഗ്യുമെന്റ്സ് പറഞ്ഞാൽ എത്ര ആർഗ്യുമെന്റ്സ് പറയുന്നുണ്ട്. ആർഗ്യുമെന്റ്സ് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ. സോ ആർഗ്യുമെന്റ്സ് ആദ്യം വരുന്ന എക്സ് ആക്സിസ്, അത് പറഞ്ഞാൽ സെയിം ആയിരുന്നു. എക്സ് ആക്സിസും വൈ ആക്സിസ് സെയിം. ഞാൻ എക്സ് ആക്സിസും ടി കൊടുത്തു. പറഞ്ഞ ഒരു സൈൻ പറഞ്ഞാൽ ഞാൻ സൈൻ ടൈമിൽ പറയുന്നതാണെങ്കിലും എക്സ് ആക്സിസിൽ ടൈം ആയിരിക്കും, 0 സെക്കൻഡ്സ് 1 സെക്കൻഡ്സ് 2 സെക്കൻഡ്സ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ വൈ ആക്സിസിൽ സൈൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അത് ഞാൻ സൈൻ വെച്ചിട്ട് ചെയ്തു. സോ അതാണ് ആദ്യത്തെ രണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോർമാറ്റിന് ഇപ്പം മൂന്നാമത്തെ പൊസിഷനിൽ ഇപ്പം 3 സാധനങ്ങളാണ് വരാൻ പോകുന്നത് ഇങ്ങനെ. സോ ആദ്യം വരാൻ പോകുന്നത് അതിന്റെ കളർ. അത് കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾ പ്ലോട്ടിംഗ് ടൈപ്പ് എന്താ പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പറയണ്ട, എന്നാ ബേസിക്കലി ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ അങ്ങനെ പറയാം. എന്നിട്ട് ലാസ്റ്റ് വരാൻ പോകുന്നത് നമ്മളെ എന്ത് ടൈപ്പ് മാർക്കറാണ്. അത് എന്താണ് മനസ്സിലായിട്ടുണ്ടാവില്ല, ബട്ട് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിക്കുമ്പോൾ മനസ്സിലാവും. അത് മാറ്റി മാറ്റി എന്താണ് മാറുന്ന കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് മൂന്നാമത്തെ. ഇതെല്ലാം ഫോർമാറ്റിന്റെ ഉള്ളിൽ വരുന്നതാണ്. സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ വെച്ചാൽ എങ്ങനെയായിരിക്കും, കളർ ബി, സോ ബ്ലൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മാർക്ക് ടൈപ്പ് അതിങ്ങനെ ഇത് ട്രയാങ്കിളിന് വേണ്ടി ഉപയോഗിക്കുന്ന റേസ് 2 ആണ്, സർക്കിൾസിന് ഉപയോഗിക്കുന്ന O ആണ്. അങ്ങനെ കുറേ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ കുറേ ടൈപ്സ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു 10-20 ടൈപ്സ് ഉണ്ട്. എല്ലാത്തിനും കളേഴ്സിന് കുറേ ടൈപ്സ് ഉണ്ട്, മജന്റ, ബ്ലാക്ക്, വൈറ്റ്, റെഡ്, ബ്ലൂ, ഗ്രീൻ അങ്ങനെയുള്ള ഉണ്ട്. പിന്നെ മാർക്കർ ടൈപ്സ് ഡാഷ്, സ്റ്റാർ ഡാഷ്, അങ്ങനെ കുറേ ഉണ്ട്. അത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിക്കും. അത് കഴിഞ്ഞിട്ട് വരാൻ ആൽഫ. ഈ ആൽഫ ബേസിക്കലി ഇതിന് എത്ര ഇതുണ്ട്, ലൈക്ക് ട്രാൻസ്പാരൻസി എങ്ങനെയുണ്ട്. സോ ഞാൻ ഇപ്പം നോയ്സി സെൻസ് എടുത്ത ഇതിപ്പം ട്രാൻസ്പാരന്റ് അല്ലേ, പുറകിലുള്ള സിഗ്നൽ കാണുന്നില്ല. അത് ഞാൻ ഈ ഫസ്റ്റ് സിഗ്നലിന് ആൽഫ 0.6 കൊടുത്തോണ്ടാ.
ഇപ്പൊ ആൽഫ 0.2 കൊടുത്താൽ അത് എങ്ങനെയും ട്രാൻസ്ഫർ ഉണ്ടാവും, ബേസിൽ കാണാണ്ടാവും ആവില്ല. സോ അതിന് വാല്യൂ കൊടുക്കുന്നത് 0 1 എടുക്കണം. ഡീഫോൾട്ട് അത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി 1 ആയിട്ട് കൂട്ടും. ഓൾസോ ഇത് കൊടുക്കാൻ നിർബന്ധമില്ല, ഇത് സ്ട്രിങ്ങിന്റെ ഇടക്ക് കൊടുക്കുന്നുണ്ട്, ലൈക്ക് കോഡ്സിന്റെ ഇടക്ക് കൊടുക്കുന്നുണ്ട്, അത് മനസ്സിലാവും അതുണ്ടെങ്കിൽ. അതില്ലെങ്കിൽ സ്ട്രിങ്ങിന്റെ ഇടക്ക് ഒന്നും ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നോർമൽ ഫോർമാറ്റിംഗ് ആയിട്ട് എടുക്കും. പിന്നെ ലേബിൾ വേണമെങ്കിൽ കൊടുക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. സോ ഇത് സ്ട്രിങ് ആയിരിക്കും, ഇത് ആൽഫ ഈക്വൽ ടു വാല്യൂ കൊടുക്കും, ഇത് ലേബിൾ ഈക്വൽ ടു ഇത് കൊടുക്കും. അതങ്ങനെ ഓരോന്ന് ഒഴിവാക്കിയാലും പ്രശ്നമില്ല. സോ എനിക്ക് ഇത് രണ്ടും ഒഴിവാക്കിയാലും ലേബിൾ ഈക്വൽ ടു ഉണ്ടായതുകൊണ്ട് നോയ്സി ആയിട്ട് എഴുതും. എനിക്ക് വേണമെങ്കിൽ ഇതും ആറും ഈ ലേബിളും ഒഴിവാക്കിയാലും പ്രശ്നമില്ല, ബിക്കോസ് ആൽഫ ഈക്വൽ ടു ഉണ്ട്, അതുകൊണ്ട് ആൽഫ ആണത് റിഫർ ചെയ്യുന്നത് മനസ്സിലാവും. സോ ഇത് നിങ്ങളുടെ ഫോർമാറ്റ് ലൈക്ക് കൊടുക്കുന്ന ഓർഡർ ശരിയല്ലെങ്കിലും ഇതൊന്നും മനസ്സിലാവും ഏതാണ് ഉദ്ദേശിക്കുന്നത്. സോ അത് പറഞ്ഞു. സോ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചുതരാം. സോ ഇത് വെക്കാം ആദ്യം. അതിന് ഒരു സപ്ലോട്ട് വേറെ സപ്ലോട്ട് ഉണ്ടാകുന്നത്, വേറെ സെക്ഷൻ. അതിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന 7,8,9 ഫുൾ സെക്ഷൻ ആണ്. അല്ലെങ്കിൽ മൊത്തം എടുത്താലും പ്രശ്നമില്ല, ബട്ട് എങ്ങനെ ചെയ്യാൻ പോകും. 7 8 9 ഉപയോഗിച്ചു. ഞാൻ ഇതിന് കൊടുക്കുമെന്ന് സൈൻ മെയിൻ എങ്ങി ആണ് ഇവിടെ ഞാൻ പ്ലോട്ട് മാറ്റിയിട്ട്, സോറി സ്റ്റെം മാറ്റിയിട്ട് പ്ലോട്ടാണ് കൊടുക്കാൻ പോകുന്നത്. സോ ഇതൊക്കെ പ്ലോട്ട് അങ്ങനെ വരാമോ നോക്കാം. എറർ വന്നു, അല്ല അത് പ്രിന്റ് ആയിട്ടില്ല. Num must be an integer with 1 less than equal to 0 less than equal to 9, not 7 8 9. സെക്ഷൻ ഉറപ്പല്ലോ. അങ്ങനെ 3ഉം 4ഉം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ എക്സാമ്പിൾ ഉപയോഗിക്കാം. സോ ഇവിടുന്ന് ഞാൻ 4 റോസ് പറഞ്ഞ 4 ഹൊറിസോണ്ടൽ ലൈൻസ് ഉപയോഗിച്ചു, പിന്നെ 1 കോളം. സോ ഇങ്ങനെ വരാൻ പോകുന്നത് 4 കോളംസ് 1 2 3 4, പിന്നെ 1 2 3 4 റോസ്, പിന്നെ ഒരു കോളം, ഈ ഒരു കോളം ഉള്ളൂ. അവിടെ എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ കോളംസ് ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ലൈനിലായിട്ട് കാണിക്കാൻ പറ്റാത്തത്. സോ ഇവിടെ എങ്ങനെ ഫസ്റ്റ് ഇവിടെ ഉപയോഗിച്ചത് ടി പറഞ്ഞാൽ ഞാൻ ഇതാ ഉപയോഗിച്ചത്, ലൈൻ സ്പേസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈൻ ഉണ്ടാക്കി. ബേസിക്കലി നമ്മൾ ഇവിടെ 2 പൈ FT ആണ് നമ്മൾ നോർമലി സൈൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. 2 × π × ഫ്രീക്വൻസി × ടൈം. ഇവിടെ ഫ്രീക്വൻസി 5 ആയിട്ട് സെറ്റ് ചെയ്തു. 2 പിന്നെ എനിക്ക് പൈൻ്റെ വാല്യൂ കറക്റ്റ് കിട്ടും നംപൈ വെച്ചിട്ട്, നംപൈയിൽ അത് സ്റ്റോർ ചെയ്തു. അതേപോലെ തന്നെ ഇന്റെ വാല്യൂവും എപ്സിലോൺ അങ്ങനെ കുറെ വാല്യൂസ് ഇതിലുണ്ട്. എൻ്റെ പേര് പറഞ്ഞാൽ അത് പുറത്തിറക്കുക. സോ ഇത് കറക്റ്റ് എത്രയോ ഡെസിമൽസ്, കുറേ ഡെസിമൽസ് വരെ പൈ പ്രിന്റ് ചെയ്ത് തരും. സോ np.py ഉപയോഗിക്കാം. സോ അഖില, ഹലോ കേട്ടോ, ഞാൻ ബാക്കി ഹലോ കേക്കല്ലേടാ? ഹലോ ഇപ്പം കേൾക്കുന്നു. ആടെ ഞാൻ ലീവ് ആവാണ്, ഞാൻ ബാക്കി റെക്കോർഡിന്ന് കേൾക്കാം. എനിക്ക് നാളെ ഒരു ഓറിയന്റേഷൻ സെഷൻ എടുക്കാണ്ട്, അപ്പൊ കുറച്ച് PT സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ലീവ് ആവാം കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. ഓ ക്രിസിന്റെ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ എന്തായാലും അതിന് ക്യാച്ചപ്പ് ചെയ്യാം. ബാക്കി ഞാൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത് വന്ന് ചോദിക്കാം. ശരി. ശരി. താങ്ക് യു. ശരി. നന്ദിനം പറയുന്നു. np.set. അതുകൊണ്ട് ഇവിടുന്ന് എനിക്ക് 2π FT ആയിട്ട് ഉപയോഗിക്കാം. ടി ഞാൻ ഉപയോഗിച്ച എന്താണ്, ബേസിക്കലി ആംപ്ലിറ്റ്യൂഡ് എനിക്ക് മാറ്റായിരുന്നു. സോ സൈൻ ഈക്വൽ ടു 2π FT ചെയ്തു. ഈ 2πയും F ഞാൻ കോൺസ്റ്റൻസ് ആക്കി, F 5 ആയുണ്ട്. സോ ഇത് 10πT ആണ് മാറുന്നത്. ഇത് ടി എനിക്ക് ലൈൻ സ്പേസ് കൊണ്ട് ഇത് ടൈം ആയിട്ട് ഉപയോഗിക്കാം. സോ 0 1 ഇടയ്ക്ക് ഇങ്ങനെ 1000 പോയിന്റ്സ്, FS 1000 പോയിന്റ്സ് ആക്കിയിട്ട് ഇപ്പം സപ്പോസ് 0 ആണ് വാല്യൂ, അപ്പം സൈൻ 0ന് വാല്യൂ T 0 കൊടുക്കും. എന്നിട്ട് കുറച്ച് കൂടിയിട്ട് സൈൻ 0.0001 0.0002 അതിന് ഓരോന്നിന് ഇത് കൊടുത്തിട്ട് സൈന് ഫോം ചെയ്യും. അതിന്റെ ടൈം ആക്സസും അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആക്സസും ഇങ്ങനെ ഫോം ചെയ്യും. അതാണ് ഇവിടെ കിട്ടിയത്.
എന്നിട്ട് അതിന്റെ മേലെ ഇതാ പ്ലോട്ടിങ്, തിരിച്ച് പ്ലോട്ടിങ് വരാം. ടിയും സൈനും അതാ ഉപയോഗിച്ച് നോയ്സി നോക്കണ്ട. പ്ലോട്ട് ടി കോമ സൈൻ ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കെ പറഞ്ഞ ഒരു കളറാണ്. അതിപ്പോ സപ്പോസ് എനിക്ക് മാറ്റാം. ഒരു ആർ, അത് റെഡായി ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ല. ഇതിപ്പം ആക്ച്വലി 2 ഓവർലാപ്പിംഗ് സിഗ്നൽസ് ആണ്. ഇത് ബേസിക്കലി നമ്മളെ നോർമൽ സൈനും ഇതിനാ വേറെ ഉണ്ടാക്കിയ നോയ്സി സൈനും അതാണ് ഓവർലാപ്പ് ചെയ്തതാണ്. ഇതിപ്പം നമ്മൾ നോർമൽ സൈൻ ആണ്. ഇത് ബ്ലാക്ക് ആവുന്നതുകൊണ്ടാണ് ഞാൻ കെ ഉപയോഗിച്ചത്. ബ്ലാക്കിന് കെ ആണ്, ബ്ലൂവിന് ബി ആയതുകൊണ്ട് ബ്ലാക്കിന് കെ കൊടുക്കേണ്ടി വരും അവർക്ക്. എന്നിട്ട് ഡാഷ് പറഞ്ഞത് ഈ ലൈനാണ് വരുന്നത്. അതിനാണ് ഞാൻ ഈ നോയ്സി സൈൻ ഞാൻ തൽക്കാലത്തേക്ക് ഒഴിവാക്കിയ ബാക്ക്ഗ്രൗണ്ടിൽ മര്യാദയ്ക്ക് കാണും. Control X. സോ ഇതാണ് വരുന്നത്. ഇതിനാ സപ്പോസ് ഞാൻ ഈ കെ കൊടുത്തിട്ടില്ല വിചാരിച്ചു, എവിടെയാണ്, അല്ല ഇവിടെ ഞാൻ കെ കൊടുത്തിട്ടില്ല വിചാരിച്ചു, എന്നാ ഇത് നോർമൽ സൈൻ ആയിട്ട് വരും. അത് കളറ് ലൈക്ക് യൂഷ്വലി കളർ നമുക്ക് വരാൻ പോകുന്നത് ലൈറ്റ് ബ്ലൂയിഷ് കളറാണ്. സോ ഞാൻ തിരിച്ച് കളറ് ഇതാക്കുന്നതാണ്, കളറും ഇതും. ഇങ്ങനെ ഞാനിപ്പോ മാർക്കേഴ്സ് എനിക്ക് കൊടുക്കാം. മാർക്കേഴ്സ് റാൻഡംലി ആയിരിക്കും അപ്പിയർ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോ ഓ കൊടുത്താൽ സർക്കിളാ മാർക്കേഴ്സ് വരും. നോക്കാം, അത് മൊത്തം എല്ലാ പോയിന്റിലും കൊടുത്തു, അതുകൊണ്ട് ഇങ്ങനെ സർക്കിൾ ആയിട്ട് തോന്നും. അത് സർക്കുലർ മാർക്കേഴ്സ് ആണ്. പിന്നെ റേസ് ടു ഉണ്ട്. സോ അത് യൂഷ്വലി നോർമൽ സിഗ്നൽ ആയിരിക്കും കുറച്ചുകൂടി കാണാൻ പറ്റുന്നത്. ഇതിപ്പം റേസ് ടു ആണ്, അത് വരെ കാണുന്നില്ല. ഞാൻ പോയിന്റ്സ് കൊടുക്കാം. സോ എഫ് എസ് ഞാൻ ഒരു 100 ആക്കാം, എന്നാ മേ ബി കാണും. അതാ ഇതിപ്പോ ഓരോ പോയിന്റ് ഇങ്ങനെ അപ്വേർഡ്സ് ട്രയാങ്കിൾ ആക്കി. ഇപ്പം ഇവിടെ സർക്കിൾ ആണെങ്കിൽ ഡോട്ട്സ് ആയിരിക്കും. അങ്ങനെ ഓരോ മാർക്കേഴ്സ് ഉണ്ട്. അത് നമ്മൾ യൂഷ്വലി മാർക്കേഴ്സ് ഉപയോഗിക്കൂല, സോ അതറിയണ്ട. പിന്നെ ഈ ഡോട്ടഡ് ലൈനാണ്. സപ്പോസ് ഞാൻ ഒരു സിംഗിൾ ലൈന് ഉപയോഗിച്ച ഇത് ഇങ്ങനെ കിട്ടും. ആക്ച്വലി ഉണ്ട്, ബട്ട് ഇപ്പം കാണുന്നില്ല. സോ ഡാഷ് അതാണ് അവിടെ വരാൻ പോകുന്നത്. ഡാഷ് അല്ലാണ്ട് ഡാഷ് സ്റ്റാർ ഉപയോഗിക്കാൻ തോന്നുന്നു. ഇങ്ങനെ കുറേ ഉണ്ട്, അത് സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പൊ ഡാഷ് സ്റ്റാർ പോലെ കിട്ടി. അത് ആക്ച്വൽ സ്റ്റാർസ്. ഓക്കെ, സോ അങ്ങനെ സ്റ്റാർസ് ആയിട്ട് കിട്ടും. സോ അങ്ങനെയാണ് സൈൻ പ്ലോട്ട് വരുന്നത്. പിന്നെ ഇത് പറയേണ്ടതൊന്നും എന്ത് ആൽഫ വാല്യൂ ഇതാണ്. എന്ത് ആൽഫ വാല്യൂ പറഞ്ഞാൽ ട്രാൻസ്പാരൻസി, സിഗ്നൽ ട്രാൻസ്പാരൻസി ആണ്. സോ അവിടെ പോയി 1000 ഇത് പറഞ്ഞ. പിന്നെ സബ്പ്ലോട്ടിനുള്ള തന്നെ വേറൊന്ന് ഉപയോഗിക്കാം, ലൈക്ക് വേറെ പ്ലോട്ട് ഉപയോഗിക്കാം, ലൈക്ക് വേറൊരു സിഗ്നൽ ഇടുക, പക്ഷെ അത് ഓവർലാപ്പ് ആയിരിക്കും. സോ 2 ഡിഫറെന്റ് സിഗ്നൽസ് ചെയ്താൽ എന്ത് ഓവർലാപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും വൃത്തികേട് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ ഇപ്പം നമുക്ക് 2 സൈൻ നോയ്സ് കാണിക്കാൻ ഇത് ഉപയോഗിച്ചു. എന്ത് ഈ റെഡ് ലൈൻസ്, അത് സൈൻ തന്നെയാണ്, പക്ഷെ നോയ്സി അത് തന്നെയാണ് ബാക്കി ഇതിന് ഉപയോഗിച്ചത്. സോ പ്ലോട്ടിങ്ങിന് ഏകദേശം അത്രേ ഉള്ളൂ. ഇനി ഒരു 3ാമത്തെ ഭാഗമുണ്ട്, അത് ബേസിക്കലി തിയറി മാത്രമാണ്. അത് വേണമെങ്കിൽ എടുക്കാം, അത് ഇനിയും കുറെ നേരം എടുക്കും, അതുകൊണ്ട് എടുക്കണം തോന്നുന്നില്ല. നാളത്തേക്ക് ഈ ബേസിക്സ് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. തിയറി ഒന്നും പഠിക്കേണ്ടി വരും. കോഡ് അറിയില്ലെങ്കിൽ തിയറി ചോദിക്കും സാറ്. സോ ഇതാണ്. സോ എന്താ ചെയ്യണ്ടേ, എടുക്കാനാ? എന്നാ ഇപ്പം മതിയാക്കാം. എന്തായാലും നിങ്ങള് എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പറഞ്ഞ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് വലിയ താല്പര്യമില്ല. ബിക്കോസ് അങ്ങനെ ലൈക്ക് നിങ്ങളെ ഇഷ്ടം പോലെയാണ്. സോ എനിക്ക് വേണമെങ്കിൽ കേൾക്കാം, പിന്നെ ഇടയ്ക്ക് കയറിയാൽ മനസ്സിലാവില്ല അങ്ങനെ. ബാക്കി ഞാൻ നാളെ വേണമെങ്കിൽ IRL എടുത്തുതരാം, തിയറി. സോ അത്രേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, താങ്ക് യുടാ. ശരി.